ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ക്യാരറ്റും തേങ്ങയും കൊണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ്. ഒരു തവണ ഉണ്ടാക്കി കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന നല്ലൊരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിന്റെ അളവിൽ റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്, അങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. ഈ ഒരു കപ്പ് അളവിന് 2 കപ്പ് റവയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വറുത്ത റവയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടൊക്കെ കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക ഒന്ന് തല്ലിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച ഏലക്ക ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് 2 ക്യാരറ്റ് ആണ്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ചിരകിയതിന് ശേഷം ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കൂടി എടുത്തിട്ടുണ്ട്. മെഷർമെന്റ് കപ്പിന്റെ 1/2 കപ്പ് അളവിലാണ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഓരോരുത്തർക്കും എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ മധുരത്തിന്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലോ അല്ലാന്നുണ്ടെങ്കിൽ പശുവിൻ പാലോ ആണ്. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പശുവിൻ പാലാണ്. 250 ml കപ്പിന്റെ അളവിൽ 2 കപ്പ് പശുവിൻ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് തന്നെയാണ് കറക്റ്റ്. ഇനി ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ വേണ്ടതില്ല. ഈ ഒരു റവ നന്നായിട്ട് കുതിർന്ന് വരുമ്പോൾ ഇതിന്റെ പരുവം കറക്റ്റ് ആവും. ഒരു 5-10 മിനിറ്റ് മാത്രം ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ബൗളിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മൗൾഡിലോ അല്ലാന്നുണ്ടെങ്കിൽ പരന്ന ചോറ് കഴിക്കുന്ന പാത്രത്തിലോ ഏതിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ മൗൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പാച്ച് വെച്ചിട്ട് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്, ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനിവിടെ ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്താലും മതി. ഈ ഒരു മൗൾഡ് കുറച്ച് വലിപ്പമുള്ളതായതുകൊണ്ട് ഇതിൽ ഇറങ്ങിയിരിക്കില്ല. അപ്പോൾ ഒന്ന് ബലത്തിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിനുള്ളിൽ ഇറങ്ങിയിരിക്കുന്ന പാത്രത്തിലാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നതെങ്കിൽ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഈ ഒരു മൗൾഡ് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതൊരു അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഇതൊന്ന് അമർന്നിരിക്കാനായിട്ട് ഞാനിവിടെ കറിച്ചട്ടി കമഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെയിറ്റുള്ള എന്തായിരുന്നാലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 40-45 മിനിറ്റ് സമയം വരെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇത് നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക. ഇപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇനി നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ ആകൃതിയിൽ ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.